നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പക്ഷേ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ കടക്കാം അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ എന്ന് കരുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും UDF-ൽ കല്ലുകടി ഉണ്ടാകുന്നു. LDF ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. BJP മത്സരിക്കണോ BDJSന് സീറ്റ് കൊടുക്കണോ എന്ന തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ പല രീതിയിലുള്ള വാർത്തകളാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ വളരെ ശരിയായ രീതിയിലാണ് വിലയിരുത്താൻ കഴിയുള്ളൂ. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം ഒട്ടൊക്കെ അനായാസമാകും എന്ന രീതിയിൽ വിചാരിച്ചതിന് എത്രയോ അധികം സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ആവട്ടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ പോലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇപ്പോഴും. ഒരുപക്ഷെ BDJSന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളാണ് അവസാനം പുറത്തു വരുന്നത്. അതും അക്കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. LDF ആവട്ടെ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ഇതുവരെ കിട്ടുന്നില്ല. ഒരു കരുത്തനായ സ്വതന്ത്രനെ നിർത്തുമോ അതോ ഇനിയിപ്പോ സ്വരാജിനെ പോലുള്ള ഒരു കരുത്തൻ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയ സ്വരാജ് തന്നെ മത്സരരംഗത്തുണ്ടാകുമോ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം വ്യക്തമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തോടു കൂടി കുറച്ചുകൂടി വ്യക്തത വന്നേക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തില് വെറും 8 മാസത്തെ ഒരു കാലാവധി മാത്രമാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന സാമാജികന് കിട്ടാൻ പോകുന്നത്. ആ 8 മാസം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PV അൻവറും UDF-ഉം തമ്മിലൊരു ധാരണയുണ്ട്. ഒരു ഘട്ടത്തില് PV അൻവറിനെ UDF-ൽ എടുക്കും. ഇനിയിപ്പോ കേന്ദ്ര നേതൃത്വം AICCക്ക് ചെറിയ വിയോജിപ്പുകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കാൻ പറ്റിയില്ലെങ്കിലും അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് UDF-ന്റെ കൂടെ നിർത്തും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ അക്കാര്യം പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോ PV അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി അല്ല, ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞോടുകൂടി അദ്ദേഹം ക്ഷുഭിതനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വാവിട്ട വാക്കുകൾ പോലും ഇന്നലെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ആര്യാടൻ ഷൗക്കത്ത് ഇടതുമുന്നണിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ചില ആലോചനകൾ നടത്തി, നേതാക്കളെ കണ്ടു അടക്കമുള്ള വളരെ എന്താ പറയാ പരിധി വിട്ട ചില പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ പോലും അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മാത്രമല്ല, ഞാൻ MLA സ്ഥാനം രാജിവെച്ചത് ഏതെങ്കിലും ആളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങളും അദ്ദേഹം തന്നെയും 2 ദിവസത്തെ ഒരു അന്ത്യശാസനം ആണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസത്തെ സമയം ഒരു അൾട്ടിമേറ്റം പോലെ കൊടുത്തിരിക്കുകയാണ്. അതിനുള്ളിൽ ചില കാര്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ താൻ തന്നെ മത്സരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പൊ മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടിയായിട്ടൊക്കെ ചർച്ച നടന്നതായിട്ട് പറയുന്നു. പക്ഷെ അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും അൻവർ ക്ഷുഭിതനാണ്, അൻവർ അസംതൃപ്തനാണ്, അൻവർ എന്താ പറയാ കൈ പ്രയോഗത്തിന് മുതിരും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ പറഞ്ഞ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വല്ലാത്ത ഒരു വിധാനത്തിലേക്ക് വല്ലാത്തൊരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF-ന് ഒട്ടൊക്കെ എളുപ്പമായിരിക്കും അൻവറിന്റെ കൂടി പിന്തുണ കിട്ടിയാൽ UDF-ന് ഒരു അനായാസ വിജയം എന്ന് പ്രതീക്ഷിച്ചെടുത്തത്. UDF-ന്റെ കാര്യത്തിൽ UDF-ന് അത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ 2 ദിവസം കൊണ്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മാത്രമല്ല, അദ്ദേഹം മിനിമം ഡിമാൻഡ് വെക്കുന്നത് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഘടകകക്ഷിയാക്കാൻ UDF തയ്യാറായാൽ മാത്രം ഒരുപക്ഷെ ഒരു അനുനയത്തിന് അൻവർ തയ്യാറാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം AICC തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുന്ന കാര്യത്തിൽ പച്ചക്കൊടി കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. AICCയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇവിടെ ഇപ്പോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലീഗിനെയും ലീഗ് അടക്കമുള്ള മറ്റ് UDF ഘടകകക്ഷികൾക്ക് അൻവറിനെ കൂടെ നിർത്തണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ എങ്കിലും കോൺഗ്രസിന്റെ ആ ഒരു നിലപാടിനെ മറികടന്ന് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വാശി പിടിക്കാൻ ഉള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. അങ്ങനെ അത്തരത്തിലേക്ക് പോകാൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് അൻവർ തന്നെ വരുത്തി തീർത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തുടക്കത്തിലെ തന്നെ അൻവർ പ്രഖ്യാപിക്കുന്നു അവിടെ VS ജോയി മത്സരിക്കണം.
എന്നാലേ ജയിക്കുള്ളൂ. ആര്യയുടെ ഷൗക്കത്ത് വേണമെങ്കിൽ തിരക്കഥ എഴുതാൻ പോട്ടെ, അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാൻ പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒടുവില് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന്റെ പിന്നാലെ ഏത് ചെലുത്താനായാലും UDF ജയിക്കാന്നുള്ളതാണ്, പിണറായിത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ആരെ വേണമെങ്കിൽ നിർത്തട്ടെ, ഞാൻ പിന്തുണയ്ക്കെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് ഇന്നലെ വീണ്ടും മാറിയിട്ടാണ് വല്ലാത്ത രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള നിലപാടെടുത്തതും പാടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ഈ രീതിയിൽ പറയാൻ പാടില്ലാത്ത പല വാചകങ്ങളും അൻവർ പറഞ്ഞു. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. BJP മത്സരിക്കാതിരുന്നാൽ അത് വേറെ വലിയ രാഷ്ട്രീയ ഡെവലപ്മെന്റ് ആണ്. ഇനിയൊരു സ്വതന്ത്രനെ UDF-ൽ നിന്ന് ഏതെങ്കിലും അസംതൃപ്തൻ പുറത്തു വന്ന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന ആരെങ്കിലും പുറത്തു വന്നാൽ അവരുടെ ആ അസംതൃപ്തി മുതലെടുത്ത് അവരെ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന LDF-ലുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് കുറെ കാലമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും സ്വതന്ത്രനെ വേഷം കെട്ടിച്ച് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി നേട്ടം കൊയ്യുന്ന ഒരു രീതി കുറെ കാലമായിട്ട് LDF പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇത്തവണ അത് നടക്കും. അങ്ങനെ ഒരു സ്വതന്ത്രനെ ഇപ്പൊ പേരുകൾക്ക് നേരത്തെ പറഞ്ഞ പേരുകൾ തോമസ് മാത്യു എന്ന് പറയുന്ന ആളുടെ പേര്, അതുപോലെ ഷറഫ് അലി എന്ന് പറയുന്ന ഫുട്ബോൾ താരത്തിന്റെ പേരൊക്കെയാണ് ഉയർന്നു കേട്ടതെങ്കിലും ഇപ്പൊ ആ പേരുകൾക്ക് അപ്പുറത്ത് സ്വരാജിനോട് തന്നെ മുഖ്യമന്ത്രി മത്സരിക്കാൻ ആവശ്യപ്പെട്ടതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും മൊത്തത്തിൽ ആകെപ്പാടെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ടേണിങ്സ് ആണ്, അല്ലെങ്കിൽ ട്വിസ്റ്റുകളാണ് ഉണ്ടാകുന്നത് നിലമ്പൂര്. പാലക്കാട് തുടക്കത്തിൽ ഇതുപോലത്തെ ട്വിസ്റ്റുകൾ പലതും ഉണ്ടായിരുന്നു. UDF-ന്റെ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സരിനെ തന്നെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കാൻ LDF-ന് കഴിഞ്ഞു. പക്ഷെ ES ജോയി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെങ്കിലും ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടുള്ള ഒരു കളിയില്ല. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു കാര്യം ആലോചിക്കുക പോലും ഇല്ല എന്നുള്ള രീതിയിൽ ഇന്നലെ വളരെ മാന്യമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ LDF-ന് കുറച്ചുകൂടി അവരുടെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP മത്സരിക്കാതിരുന്നാൽ അത് ഒരു CJP കൂട്ടുകെട്ടാണ് എന്നുള്ള ആക്ഷേപം വരുന്നത് കൊണ്ട് അവരും വല്ലാത്ത ഒരു സന്നിഗ്ധ അവസ്ഥയിലാണ്. മത്സരിക്കാതിരുന്നാൽ എങ്ങനെ, മത്സരിച്ചാൽ എങ്ങനെ, വല്ലാതെ വോട്ട് കുറഞ്ഞാൽ അത് പുതിയ BJP സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഒരു പോരായ്മ അദ്ദേഹത്തിന് തന്നെ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 17,000 വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് മാന്യമായി തന്നെ മത്സരിക്കാം. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ടിനേക്കാൾ താഴെ പോയാൽ അത് BJPക്ക് താങ്ങാവുന്നതിനപ്പുറത്തുള്ള ഒരു ഷോക്കായിരിക്കും. അപ്പൊ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ചും കൈവിട്ട കളി കളിച്ച അൻവർ ഇനി തനിച്ചു മത്സരിച്ചാൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന വോട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന എന്താ പറയാ, എല്ലാവരെയും ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയി മത്സരിക്കാൻ തീരുമാനിച്ച് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വോട്ടിന്റെ അടുത്തൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയായിരിക്കും ഏറ്റവും കൂടുതൽ അപകടത്തിലാവുക. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു എന്താ പറയുക, ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചാൽ അതൊരു ആവേശവും ആത്മവിശ്വാസവും പകരും എന്നതിനപ്പുറത്ത് മുന്നണികൾക്ക് അത്ര വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആയിട്ടുള്ള അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെയില്ല. പക്ഷെ അൻവർ എന്ന് പറയുന്ന PV അൻവർ എന്ന് പറയുന്ന ഇടതു മുന്നണിയെ വെല്ലുവിളിച്ച, പിണറായിയെ വെല്ലുവിളിച്ച, അതിന്റെ പേരിൽ ആ വെല്ലുവിളിയുടെ പേരിൽ MLA സ്ഥാനം രാജിവെച്ച അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. പോരാട്ടത്തിൽ വലിയ തിരിച്ചടി നേരിട്ടാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും എന്നുള്ളതും വളരെ വലിയ ഒരു ചോദ്യമാണ്. അതൊരു ചോദ്യചിഹ്നമായിട്ട് അൻവറിന്റെ മുകളിലുണ്ട്. പക്ഷെ അൻവർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് രാഷ്ട്രീയ നോക്കുകയാണ്. ശരിയാണ് സർ, വളരെ വളരെ നന്ദി. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഏതായാലും രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറും എന്നത് ജൂൺ മുഴുവൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജോർജ് പൊടിപ്പാറയാണ് നമ്മോട് സംസാരിച്ചത്.